N4 News നേരിന്റെ വാർത്തകൾ പ്രതിയാക്കി ഇവർക്ക് നടന്നാടിക്കോട്ടെ. കേരള സമൂഹത്തിന് മുന്നിൽ എന്നെ കള്ളനാക്കില്ലേ, കുടിയിനെങ്കിലും കഞ്ചാവ് ദൈവം പറഞ്ഞ ഒരാൾ പോകുന്നുണ്ടല്ലോ. സത്യം നീതിയല്ല എന്താടെ പച്ചക്കന്നെ പറഞ്ഞ് നീ ആരുടെ കൊലയടി പോലെ പറയാനായിരുന്നു എന്നോട്. പിന്നെ ഞാൻ ചെന്ന അതിൽ ഞാൻ പകച്ചു നിൽക്കുക. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ കഴിവല്ല ഞാൻ ഇങ്ങനത്തെ ആശുപത്രിയിൽ പോണത്. ഞാൻ ഇരിക്കില്ല, ഇരുന്ന് എനിക്ക് എന്റെ പുറത്തിരിക്കാനുള്ള എല്ലാ പരിപാടിയൊക്കെയായിരുന്നു. ഞാൻ ഇരുന്നില്ല. എന്നിട്ട് ഈ ജനം ഇത്രയും നാളെ സ്നേഹിച്ച ജനങ്ങളുടെ മുന്നിൽ കൂടെ കഴിവല്ല ഞാൻ ഇറങ്ങി പോകുമ്പോ ആരെ ചേട്ടപ്പ് അടിക്കാണ്ട് പായിക്കാണ്ട് നിൽക്കുക. എല്ലാ ടോറസ് വണ്ടി വരുമ്പോഴും ഒരു ചെക്കിങ് എന്ന് പറഞ്ഞ പേരിൽ അവിടെ പൈസ പിരിവ് നടക്കുന്നുണ്ട്. ഒരുപാട് ഞാൻ കാണാറുണ്ട്. N4 News നേരിന്റെ വാർത്തകൾ. എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? ഞാന് ഒരു 4 മാസമായി വണ്ടി വീട്ടില് കയറി എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഞാന് വയ്യാണ്ടിരിക്കായിരുന്നു. അപ്പൊ വൈകുന്നേരങ്ങളിൽ ഞാൻ പാലവര ടോളിന്റെ അവിടെ പോയിട്ട് ലോട്ടറി കച്ചവടം ചെയ്തിട്ട് ഇപ്പൊ കുടുംബം നോക്കണത്. അപ്പൊ അങ്ങനെ ഒരിക്കലാണ് ഞാൻ ലോട്ടറി എടുക്കാൻ പോയിട്ട് ഞാൻ വീട്ടിൽ വരുന്ന സമയമായിരുന്നു. 10:45 മണി കഴിഞ്ഞു. അപ്പൊ പാലവര ടോളിന്റെ അവിടുന്ന് ആമ്പല്ലൂർക്ക് പോണ വഴി കൂടെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് അവിടെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ടോളില് ആംബുലൻസ് കിട്ടുന്ന ലൈനില് അപ്പുറത്ത് പോലീസ് വണ്ടി കിടക്കുന്നുണ്ട്. അപ്പൊ ആംബുലൻസ് പോണ വഴിയില് നല്ല ബ്ലോക്കാ. ഈ കണ്ടെയ്നറൊക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കുക. അപ്പൊ ഞാൻ അവിടെ കിടക്കണ്ടായ പോലീസുകാരോട് പറഞ്ഞു, സാറേ ആംബുലൻസ് കടന്നു തന്നെ വഴിയാണ്, അവിടെ ഇങ്ങനെ കണ്ടെയ്നറിൽ ഇട്ടുണ്ടെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാവും, ആംബുലൻസ് പറയുന്നതാണ്. അപ്പൊ അവിടെ ഹൈവേ പോലീസിൽ ഡ്യൂട്ടിയിലുണ്ടായ സാറ് എന്നോട് പറഞ്ഞു, കേരള പോലീസ് ചമയണ്ട അസഭ്യവാക്കുകൾ എന്ന് സംസാരിച്ചിട്ട് ഇദ്ദേഹം ചൂടായിട്ട് ഇറങ്ങി വന്നിട്ട് എന്നാ കണ്ടെയ്നർ നമുക്ക് കഴുത്തില് പിടിച്ചിട്ട് കയറ്റി വെച്ചിട്ട് എന്നെ അവിടെ വെച്ച് മർദ്ദിച്ചപ്പോ ഞാൻ പറഞ്ഞു, സാറ് എന്തിനു സാറേ എന്നെ തല്ലണേ, സാറിന് തല്ലേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ സാറ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നീ പോലീസ് ചമയണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് മറ്റേ മോനെ മറച്ചു പോനെ പറഞ്ഞിട്ട് തല്ലിയിട്ടാണ് പുതുക്കാട് പോലീസിനെ വിളിച്ചു വരുത്തിട്ട് എന്നെ അവിടുന്ന് പുതുക്കാട് ആശുപത്രി കൊണ്ടുവന്നു. എന്നിട്ട് പുതുക്കാട് ആശുപത്രി വന്നിട്ട് എന്നോട് ചോദിച്ചു, നീ കള്ള് കുടിച്ചിട്ടുണ്ടാ, കഞ്ചാവ് അടിച്ചിട്ടുണ്ടാ, എന്റെ അടിച്ചിട്ടുണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഞാൻ ഉപയോഗിക്കാറില്ല സാറെന്ന് പറഞ്ഞു. ഇവര് ഒരുപാട് തല്ലി ആശുപത്രിയിൽ വെച്ചിട്ടാണ്. എന്നിട്ടും പിന്നെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ഒരു 1:30-1:45. അപ്പൊ ഞാന് സെല്ലില് കൊണ്ടുവന്നിട്ടു. സെല്ല് കൊണ്ടുവന്നിട്ടിട്ട് അവിടെ ഞാന് മൂത്രമൊഴിക്കാനായിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടിപ്പോ സാറന്മാരോട് പറഞ്ഞപ്പോ സാറന്മാര് തുറന്നിട്ട് തന്നെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ബാത്റൂമിൽ ഇട്ടിട്ട് തല്ലി തന്നെ ഒരുപാട്. ഒരു നിരപരാധികളോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പുതുക്കാട് പോലീസായാലും ഏത് പോലീസായാലും. ഈ ഹൈവേ പോലീസിനെ രേവത് നെറ്റി മിടിച്ചു മർദ്ദിച്ചു എന്നൊക്കെ അവരൊരു പരാതി പറയുന്നുണ്ടല്ലോ, അതിലെന്തെങ്കിലും വസ്തുത ഉണ്ടോ? ഞാൻ ഒരിക്കലും തല്ലിയിട്ടില്ല സാറേ. നെറ്റി പൊട്ടിയിരിക്കുന്ന വീഡിയോ ഒക്കെ അവർ കാണിച്ചിരുന്നു. നെറ്റി പൊട്ടിയിരിക്കുന്ന വീഡിയോ കാണിച്ചു, പക്ഷെ ഞാൻ അവരുടെ തല്ലണ വീഡിയോ ഇതുവരെ കാണിച്ചിട്ടില്ല. പുതുക്കാട് പോലീസിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാറന്മാർ തല്ലണ വീഡിയോ സാറന്മാരിൽ പുറത്തു വിടും. പിന്നെ ഞാൻ സാറന്മാർ ഇവര് കള്ള പ്രചരണമാണ്, വ്യാജ പ്രചരണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടോളില് ചെന്നിട്ട് ടോളിന്റെ ഗേറ്റ് തുറന്നു വിട്ടിട്ട് വാഹനങ്ങൾ കടത്തി വിട്ടുന്നു. അതിക്രമിച്ച് കയറി ടോളിന്റെ ഗേറ്റ് തുറന്നു വിട്ടിട്ട് ഞാൻ ആ വാഹനങ്ങൾ കടത്തി വിട്ട് പോകാത്ത വാഹനങ്ങളെ ചാവി ഊരി കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ടോളില് ക്യാമറ ഉണ്ടാവില്ലേ? എന്തിനു വ്യാജ പ്രചരണങ്ങള് പരത്തുന്നു പുതുക്കാട് പോലീസ്? എന്തും നേട്ടാണ്? എന്നോട് എന്തെങ്കിലും പകയുണ്ടോ പുതുക്കാട് പോലീസിന്? ഇത് ഏതൊക്കെ വകുപ്പ് പറയാനിപ്പോ കേസ് കൊടുത്തേക്കണേ? എനിക്കൊന്നും അറിയില്ല. എന്നെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ നേരെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കൊണ്ട് സാറിന് എന്റെ നേതാവത്തെ മനസ്സിലാക്കിയിട്ട് സാറ് എനിക്ക് ജാമ്യം തന്നു. എനിക്ക് വക്കീലൊന്നും ഉണ്ടായില്ല. അവിടെ ചെന്നപ്പോഴാണ് ഒരു വക്കീലിനെ പരിചയപ്പെട്ടത്. അപ്പൊ സാറ് മുഖേന എനിക്ക് ജാമ്യം എടുത്തു തന്നു. ഈ പോലീസിന്റെ ഈ നടപടിക്ക് ഏതെങ്കിലും രീതിയിൽ വല്ല പരാതികൾ ഏറെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? എന്നെ ഹൈവേ പോലീസായാലും ഹൈവേ പോലീസിന്റെ 4 പോലീസുകാരും പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെ 4 സാറുമാരും കൂട്ടിട്ട് തല്ലിയിട്ടുണ്ട്. ആ 8 പോലീസുകാർക്കെതിരെ ഞാൻ നിയമപരമായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് കോടതിക്ക് മുൻപാകെ.
ഇതിന് പരിചയമുള്ള പോലീസുകാരും കൂട്ടത്തിലുണ്ടായിരുന്നു തോന്നുന്നു. അവരുടെയൊക്കെ സമീപനം എങ്ങനെയായിരുന്നു? അത് അവര് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിചയമുള്ള പോലീസുകാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ തല്ലുമായിരുന്നു അവിടെ ഇട്ടിട്ട്. അവര് പറയുന്നുണ്ടെങ്കിൽ നിനക്ക് രണ്ടെണ്ണത്തിന്റെ കുറവുണ്ട് അവര് ചെയ്തായിരുന്നു, എന്നെ മർദ്ദിച്ചായിരുന്നു. മദ്യപിച്ചിരുന്നു അവര് ഉറപ്പിച്ച് പറഞ്ഞിരുന്ന? മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ടെസ്റ്റില് കാണില്ല, അവര് ടെസ്റ്റ് ചെയ്തില്ല. ടെസ്റ്റ് ചെയ്തില്ല? ഇല്ല. തിരിച്ചു കൊണ്ടുവന്നു സ്റ്റേഷനിൽ നിന്ന്. ഞാന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ കൈമ വെള്ളം കുഴിച്ചുകൊണ്ടാണ്. ആ ഒരു പേടിയും ബ്രാൻഡുണ്ടായിരുന്നു. അങ്ങനെ എന്റെ സമന്വയ വ്യത്യാസം. കൊലക്കേസ് പ്രതി എന്നെ കൊണ്ടുപോണ പോലെ പോയേ. ഇവിടെ പത്തനംതിട്ടയില് ഒരു കൊലക്കേസ് ചെയ്ത പ്രതിനെ കൊണ്ടുപോയി കൂടായിട്ട് ഗോവിന്ദസ്വാമി ജയിലിൽ ചാടിച്ച് വീട് കൊണ്ടുവന്നത് ഫ്രീ ആയിട്ട്. ഒരു സാധാരണക്കാരനെ കൊണ്ടുപോയത് ബലം ഗണിച്ചത് എന്ത് നടക്കണു. അത് ചോദിച്ചപ്പോഴാണ് അവര് ക്രൂരമായിട്ട് വീണ്ടും മർദ്ദിച്ചത്. ഈ കൈ എന്ത് പറ്റിയത്? കൈ ഞാൻ മൂത്ര വയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ മൂത്ര വയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ സാറന്മാര് വന്നിട്ട് ബാത്റൂമിലിട്ട് തല്ലിയതാണ്. ഞാൻ ഈ പൊട്ടലുണ്ടായ കേസ് കയറി ഞാൻ പുതുക്കാട്ട് സ്റ്റേഷനില് സാറോടും സാറന്മാരോടൊക്കെ പറഞ്ഞിട്ട് ഇവര് എന്നോട് ഹോസ്പിറ്റലിൽ പിറ്റേ ദിവസം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇത് എക്സ്റേ എടുക്കുക ഒന്നും കൂട്ടാക്കിയില്ല. അവരെ മെഡിക്കൽ ചെക്കപ്പ് എന്ന് പറയുന്നത് ഹൈറ്റ് നോക്കുക, വെയിറ്റ് നോക്കുക, അതുപോലെ തന്നെ എന്താ പറയാ വേറെ എവിടെയെങ്കിലും ചതവോ മുറിവെങ്കിലും ഉണ്ടോ നോക്കുക, സ്റ്റേഷനിൽ കൊണ്ടിടുക. അല്ലാണ്ട് എന്റെ രക്തം എടുത്ത് പരിശോധിക്കുക ഒന്നും ചെയ്തില്ല. ഇവര് എന്നെ അവിടെ ക്രിമിനലാക്കായിരുന്നു, അവിടെ കള്ളക്കേസിൽ കൊടുക്കുകയായിരുന്നു പുതുക്കാട് പോലീസ് ചെയ്തത്. അല്ലാതെ എന്നോട് എന്തോ വൈരാഗ്യം ഉണ്ടായാലെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു നിരവധി പരാതിയായതുകൊണ്ടാവും എന്റെ മക്കട്ടുകയായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ഇവർക്ക് എന്തോ ഒരു വൈരാഗ്യം ഉണ്ട് പുതുക്കാട് പോലീസിന് എന്റെ മേല്. എനിക്ക് തോന്നുന്നു ഇവര് ഇവിടെ പാലേക്കര ടോളിന്റെ അവിടെ വണ്ടി ഇട്ടിട്ട് ഈ പോലീസ് വണ്ടി ഇട്ടിട്ട് എല്ലാ ടോറസ് വണ്ടി വരുമ്പോഴും ഒരു ചെക്കിങ്ങിന് പറഞ്ഞ പേരിൽ അവിടെ പൈസ പിരിവ് നടക്കുന്നുണ്ട് ഒരുപാട് ഞാൻ കാണാറുണ്ട്. അപ്പൊ ഞാൻ അന്ന് കാണുമ്പോ എന്റെ ചെവിട്ടില് ഫോൺ ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് വിചാരം ഞാൻ വീഡിയോ എടുത്തിട്ട് പോയിരുന്നെ. അതിന്റെ ഇതിലെ വെള്ള തല്ലിയിട്ട് കള്ളക്കേസിൽ കുടുക്കിയത്. ഈ കൈ പൊട്ടിയിട്ട് പോലീസുകാർ പറഞ്ഞിട്ട് അവര് അതിന് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകെ അല്ലെങ്കിൽ ഫാസ്റ്റ് അന്ന് കൂട്ടുന്നത്. ഞാൻ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് കൈക്ക് ചെന്നിലുണ്ടെന്ന് പറഞ്ഞപ്പോ ഈ പറഞ്ഞ സ്റ്റേഷനിലേക്ക് നടക്കും പിന്നെ നോക്കാൻ പറഞ്ഞിട്ട് അവര് അങ്ങനെ നീട്ടി. ഞാൻ എന്നിട്ട് കോടതി എനിക്ക് ജാമ്യം തന്നപ്പോഴാണ് ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ട് ക്ലാസ് ഇട്ടത്. ഇപ്പൊ എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല, ലോട്ടറി കിട്ടാൻ പോകേണ്ട ഇപ്പൊ അതിനും പോകാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ വെള്ളം അടിക്കാറുണ്ട്, ബിയർ കഴിക്കാറുണ്ട്, അന്ന് ഞാൻ കഴിച്ചിട്ടില്ല. ഈ പോലീസുകാർക്ക് ആർക്കാണ് പരാതി കൊടുത്തത്? ഞാൻ മജിസ്ട്രേറ്റിന്റെ നേരിട്ട് കൊടുത്താണ്, പരാതി കൊടുത്താണ്. അപ്പൊ സാറ് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ സാറ് പറഞ്ഞിട്ടുണ്ട് ആശുപത്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്നെ കാണാൻ പറ്റും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളൂ ആശുപത്രിയിൽ നിന്ന്. ഈ പോലീസുകാര് പറയുന്നത് ഞാൻ ഈ വാഹനം ഓടിച്ച് അവിടെ ചെന്നിട്ട് ടോളിന്റെ അവിടെ നിർത്തിച്ചിട്ടുണ്ടെങ്കിൽ കലാപം ഉണ്ടാക്കുന്നത്. ഈ വണ്ടി കയറി കിടക്കാൻ തുടങ്ങിയിട്ട് 3-4 മാസമായി. നിങ്ങൾക്ക് ആരെങ്കിലും തോന്നുന്നുണ്ടോ ഞാൻ അവിടെ പോലീസിന് തല്ലും എന്തെങ്കിലും ചെയ്യുന്നു? എനിക്ക് അങ്ങനെ തല്ലേണ്ട ആവശ്യമില്ല. കാക്കിട്ട് ഉദ്യോഗസ്ഥർ ബഹുമാനിക്കുന്ന ആളാ. എന്നെ ചെറുപ്പം മുതൽ എന്നെ ഒരുപാട് സഹായിച്ചു. എന്റെ പറമ്പൂർ സ്റ്റേഷനിലെ ജോയ് സാർ, അങ്ങനെ നല്ല നല്ല പോലീസുകാരുണ്ട്. ഇവര് ക്രിമിനല് ബുദ്ധി വെച്ചിട്ട് അന്നെ പെരുമാറിയത് അന്ന് രാത്രി. ഇപ്പൊ ഈ കൈവടിഞ്ഞ ഓണൊക്കെ ആയിട്ട് ഈ ലോട്ടറി കച്ചവടത്തിനും പോകാനുള്ള ബുദ്ധിമുട്ട് കാര്യമായിട്ടുണ്ടാവും. എല്ലാം ഉണ്ട് ചേട്ടാ. എന്താ ചെയ്യാ, വെറുതെ തന്നെ കേസിൽ പ്രതിയാക്കി. ഇവർക്ക് നേടിക്കോട്ടെ. കേരള സമൂഹത്തിന് മുന്നിൽ എന്നെ കള്ളനാക്കില്ലേ, കുടീനാക്കില്ല, കഞ്ചാവ് കാരനാക്കില്ല. ഇവര് നേടുന്നൊക്കെ നേടിക്കോട്ടെ. ജനങ്ങൾ പറയുന്നുണ്ടല്ലോ, ദൈവം പറഞ്ഞ ഒരാൾ പോകുന്നുണ്ടല്ലോ, സത്യം നീതി എല്ലാം ഉണ്ട് അവിടെ. എനിക്ക് പറയാനുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. ഞാൻ സത്യാവസ്ഥ ഞാൻ പറഞ്ഞത്. അവിടെ ആംബുലൻസ് പാതിലാർന്നല്ലേ ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത് അവിടെ ആംബുലൻസ് പോണ വഴി അവിടെ കണ്ടെയ്നറുകൾ പാർക്ക് ചെയ്തിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു, സാറാ വണ്ടി ഒന്ന് മാറ്റി പാർക്ക് അല്ലെങ്കിൽ ആംബുലൻസിന് പോകാൻ പറ്റില്ല. പച്ചക്ക് തന്നെ പറഞ്ഞേ, നീ ആരുടെ കൊലയടി പോലെ പറയാനായിരുന്നു എന്നോട്. നീ കേരള പോലീസ് അതിന് ഞങ്ങൾ ഇവിടെ കാത്തിട്ടിരിക്കുന്നത്. അവിടെ നടന്നതൊന്നും കാണാൻ പാടില്ല, അവരോടൊന്നും പറയാൻ പാടില്ല, പ്രതികരിക്കാൻ പാടില്ല. അതാണ് അല്ലെങ്കിൽ കള്ളക്കേസ് കൊടുത്തവര്. അന്ന് രാത്രി ഹോസ്പിറ്റലിൽ പോയിട്ട് മദ്യപിച്ച രീതിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ ഒരുപാട് ആളുകള്, അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ?
അന്ന് എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ എല്ലാവരോടും കൂളായിട്ട് പെരുമാറാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ പോസ്റ്റിൽ അങ്ങനെ സംസാരിക്കാറില്ല കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പോലീസുകാർ ചോദിച്ചു നോക്കുമ്പോ അവിടുന്ന് തള്ളും ഇവിടുന്ന് ഇങ്ങോട്ട് തള്ളും എന്നിട്ട് ഓരോന്ന് ഞാൻ പിന്നെ ഞാൻ ഒന്നാമതിൽ ഞാൻ പകച്ചു നിൽക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ കഴിവല്ല ഞാൻ ഇങ്ങോട്ട് ആശുപത്രിയിൽ പോണത്. അപ്പൊ ഞാൻ ഒന്നാമതിലും പേടിച്ചു. പിന്നെ അവര് ചോദിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നീ കഞ്ചാവ് അടിച്ചിട്ടുണ്ടാ കള്ളു കുടിച്ചിട്ടുണ്ടാ എന്നോട് ഇരിക്കരാന്ന് ആശുപത്രി ബാക്കിൽ കൊണ്ടുവച്ചു ഇരിക്കറ ഞാൻ ഇരിക്കില്ല ഇരുന്ന് എനിക്ക് അത് പുറത്തിടിക്കാനുള്ള എല്ലാ പരിപാടിയൊക്കെയായിരുന്നു. ഞാൻ ഇരുന്നില്ല. എന്നിട്ട് എന്നെ അങ്ങോട്ടല്ല ആ വീഡിയോ മാത്രം എടുത്തിട്ടല്ല. പക്ഷെ ഇത് കാണിക്കുന്ന പുതുക്കാട് പോലീസിനെ മർദ്ദിക്കുന്ന വീഡിയോ അവർ എടുത്തിട്ടില്ല. ഞാൻ ചോദിക്കുന്ന CCTV-യിലാണ് പുതുക്കാട് പാലക്കാട്ട് ഉള്ളത്. അത് വയലന്റ് ആയിട്ട് സംസാരിച്ചത് പോലീസുകാരോടുള്ള ഒരു അമർഷം കൊണ്ട് തന്നെയായിരുന്നു. അല്ല ഞാൻ പകച്ചിട്ടാ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്റെ കഴിയുമ്പോ ആദ്യമായിട്ട് വളഞ്ഞിരുന്നു. അന്ന് ആ ഒരു പകപ്പുണ്ടായിരുന്നു. അല്ലാണ്ട് ഞാൻ വെള്ളം അടിച്ചിട്ടല്ല. അല്ലാണ്ട് ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങളും ഒച്ചത്തിൽ പറയുന്ന ആളാ. ഇതൊരു ചോദ്യം എന്റെ തലയിൽ കള്ളക്കേസ് കെട്ടിച്ചാമിട്ടാൻ നോക്കിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉച്ചത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് വേറെ ഒന്നല്ല. പകച്ചു ഈ ഇത്രയും നാളും സ്നേഹിച്ച ജനങ്ങളുടെ മുന്നിൽ കൂടെ കൈകാലം കഴിഞ്ഞ് പോകുമ്പോ ആരെ പേടിക്കാണ്ട് പകക്കാണ്ട് നിൽക്കുക. ഇവരെന്തെങ്കിലും വേറെ വല്ല കേസ് ഇതേപോലൊക്കെയുള്ള കേസ് ചാമിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? ഇങ്ങനെ പറയുമ്പോ ആൾക്കാർ പറയുന്നു കഞ്ചാവ് അടിച്ചത് MDMA അടിച്ചിട്ട് സംസാരിക്കുന്നത്. ഞാനിപ്പോഴും ഞാനൊന്നും ചെയ്യാറില്ല. വെള്ളം അടിക്കാനും പോകല്ല, കഞ്ചാവ് അടിക്കാനും പോകല്ല, MDMA അടിക്കാനും പോകല്ല. അതൊരു ആവേശം വരുമ്പോൾ ബീർ കുടിക്കുക. അത് മാത്രമേ ഞാൻ ഉള്ളൂ. വേറെ ഒന്നുമില്ല.